നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. രാജ്യസേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുവ ഡോക്ടർമാർക്ക് ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ അവസരം. സായുധ സേന മെഡിക്കൽ സർവീസസിന് കീഴിൽ മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് സൈന്യം പുതിയ റിക്രൂട്ട്മെന്റ് പ്രഖ്യാപിച്ചു. ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് സൈന്യത്തിൽ ചേരാൻ ഇത് സുവർണാവസരം തന്നെയാണ്. AFMS ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് മെഡിക്കൽ ഓഫീസർ ഷോർട്ട് സർവീസ് കമ്മീഷൻ റിക്രൂട്ട്മെന്റ് 2026 വിജ്ഞാപനമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. MBBS ബിരുദമുള്ള യോഗ്യരായ 100 മെഡിക്കൽ ഓഫീസർ തസ്തികകളാണ് ഈ റിക്രൂട്ട്മെന്റിലൂടെ നികത്തപ്പെടുന്നത്. ഔദ്യോഗിക വിജ്ഞാപനം 2026 ഫെബ്രുവരി 14 പ്രസിദ്ധീകരിച്ചത്. ഫെബ്രുവരി 21 മുതൽ അപേക്ഷിക്കാമായിരുന്നു. മാർച്ച് 4 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. join.afms.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അഭിമുഖങ്ങൾ മാർച്ച് മാസത്തിലാണ് നടത്തപ്പെടുക. അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഓഫ്ലൈൻ അപേക്ഷകൾ ഒരു കാരണവശാലും പരിഗണിക്കില്ല. അവസാന നിമിഷത്തെ സാങ്കേതിക തകരാറുകൾ ഒഴിവാക്കാൻ നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിക്കണമെന്ന് വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനറൽ, OBC, EWS, SC, ST, വനിതകൾ, ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ എല്ലാ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും 200 രൂപയാണ് അപേക്ഷാ ഫീസ്. ഈ ഫീസ് ഓൺലൈൻ വഴി മാത്രമേ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. മെഡിക്കൽ ഓഫീസർ വിഭാഗത്തിലാകെ 100 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒഴിവുകളിൽ 75 പുരുഷ ഉദ്യോഗാർത്ഥികളെയും 25 സ്ത്രീ ഉദ്യോഗാർത്ഥികളെയും തിരഞ്ഞെടുക്കും. MBBS ബിരുദം നേടിയവരും NEET PG പരീക്ഷ എഴുതിയവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുണ്ട്. ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതകളുള്ളവരെ മാത്രമേ ആദ്യഘട്ട ഷോർട്ട് ലിസ്റ്റിംഗ് പ്രക്രിയയ്ക്കായി പരിഗണിക്കുകയുള്ളൂ. തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 2026 ഡിസംബർ 31 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം. സർക്കാർ നിയമങ്ങളെയും ചട്ടങ്ങളെയും അടിസ്ഥാനമാക്കി പ്രായപരിധിയിൽ അർഹമായ ഇളവുകൾ അനുവദിക്കുന്നതാണ്. അപേക്ഷകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും തുടർന്ന് അഭിമുഖം നടത്തുകയും ചെയ്യുന്നതിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകുന്നത്. അഭിമുഖത്തിൽ യോഗ്യത തേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രേഖാപരിശോധനയും വൈദ്യപരിശോധനയും ഉണ്ടാകും. ഈ ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നവരെ അന്തിമമായി തെരഞ്ഞെടുക്കും. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.